ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणा ललिता श्रीविशाखामितांश्च। हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेशा गोपिकान्त राधाकान्त नमोऽस्तुते। तप्तकाञ्चनगौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्तस्वामिनिति नामिने। नमस्ते सरस्वती देवे गौरवाणी प्रचारिणे निर्विशेषशून्यवादी पाश्चात्यदेशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। हरे कृष्ण 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 हरे 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 राम राम हरे हरे। मूकं करोति वाचालं पङ्गुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुदीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्। ഹരേ കൃഷ്ണ. എല്ലാ ഭക്തജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. ശ്രീമദ് ഭാഗവതം നമ്മൾ പഠിക്കുന്നു ഭഗവാന്റെ മഹാകാരുണ്യം കൊണ്ട്. പ്രഥമസ്കന്ധം 8-ാമത്തെ അധ്യായം കുന്തി സ്തുതിയാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. കുന്തി സ്തുതി, ഈ ഒരു അധ്യായം കുന്തി സ്തുതി കഴിഞ്ഞു. ഇനി കുറച്ചും കൂടെ ശ്ലോകം കൂടെ ഉള്ളൂ ഈ ഒരു അധ്യായം തീരുവാൻ വേണ്ടി. അതിനുശേഷം അടുത്ത അധ്യായം, അതിനും മനോഹരമായിട്ടുള്ള അധ്യായം, ഭീഷ്മസ്തുതി വരുന്ന അധ്യായമാണ്. നമുക്ക് നോക്കാം. ശ്ലോകം 45, ഇന്നത്തെ ശ്ലോകം 45 മുതലാണ്. താംഭാടം ഇതി ഉപാമന്ത്ര്യ പ്രവിശ്യ ഗജസാഗയം സ്ത്രീയശ്ച സ്വപുരം യാസ്യൻ പ്രേംണ രാജ്ഞാ നിവാരിതഃ. താംബാടം ഇതി ഉപാമന്ത്ര്യ പ്രവിശ്യ ഗജസാവയം സ്ത്രീയശ്ച സ്വപുരം യാസ്യൻ പ്രേംണ രാജ്ഞാ നിവാരിതഃ. യെസ്. हरे कृष्ण प्रभु. हरे कृष्ण. ओम नमो भगवते वासुदेवाय. ताम्बाडमित्युपामन्द्र्या प्रविश्य गजसाह्वयं स्त्रियश्च स्वपुरं यास्यन् प्रेम्णा राज्ञा निवारिताः. विवर्तनं भावार्थं by His Divine Grace Sabhi Charanarinda Bhaktivedanta Swami Srila Prabhupada की जय.
അപ്രകാരം ശ്രീമതി കുന്തിദേവിയുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച ശേഷം ഭഗവാൻ ഹസ്തിനപുരത്തിന്റെ രാജഭവനത്തിൽ പ്രവേശിച്ച് മറ്റുള്ള സ്ത്രീ ജനങ്ങളോട് താൻ മടങ്ങിപ്പോകുന്ന വിവരം അറിയിച്ചു. എന്നാൽ മടങ്ങാൻ ഒരുങ്ങുന്ന വേളയിൽ സ്നേഹത്തോടെ അഭ്യർത്ഥിച്ച യുധിഷ്ഠിര മഹാരാജനാൽ ഭഗവാൻ തടയപ്പെട്ടു. ഭാവാർത്ഥം: ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകയിലേക്ക് മടങ്ങാൻ നിശ്ചയിച്ചുറച്ചപ്പോൾ അദ്ദേഹത്തെ ഹസ്തനപുരത്തിൽ തന്നെ വസിക്കുന്നതിനെ പ്രേരിപ്പിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. എന്നാൽ ഭഗവാൻ അല്പദിനങ്ങൾ കൂടി അവിടെ വസിക്കുവാനുള്ള യുധിഷ്ഠിര രാജാവിന്റെ എളിയ അഭ്യർത്ഥന ഉടനടി സഫലമാക്കി. യുധിഷ്ഠിര രാജന്റെ ശക്തിപ്രേമപൂർവമായ മമതയാണെന്ന് ഈ സംഭവം ദ്യോതിപ്പിക്കുന്നു. ആ സ്നേഹത്തെ ഭഗവാനെ നിഷേധിക്കുവാൻ സാധിച്ചില്ല. സർവശക്തനായ ഭഗവാനെ അപ്രകാരം പ്രേമയുധ സേവനത്തിലൂടെയല്ലാതെ മറ്റൊരു മാർഗത്തിലൂടെയും കീഴ്പ്പെടുത്താൻ സാധ്യമല്ല. തന്റെ എല്ലാ വ്യവഹാരങ്ങളിലും ഭഗവാൻ പൂർണ്ണ സ്വതന്ത്രനാണ്. എന്നാൽ അദ്ദേഹം തന്റെ ശുദ്ധഭക്തരുടെ പ്രേമയുധ സ്നേഹബന്ധത്താൽ സ്വമേധയാ കടപ്പാടുകളെ സ്വീകരിക്കുന്നു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. താങ്ക് യു. സോ കുന്തി മഹാറാണിയുടെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഭഗവാൻ ഹസ്തിനാപുരം വിട്ട് ദ്വാരകയിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവിധ തയ്യാറെടുപ്പുകളും ആയി. അങ്ങനെ പോവാൻ നേരത്ത് എന്താണ് സംഭവിക്കുന്നത്? യുധിഷ്ഠിര മഹാരാജാവ് വന്ന് അദ്ദേഹത്തോട് ഒരു കാര്യം പറയുന്നു. അദ്ദേഹം പറയുന്നു, കുറച്ച് ദിവസം കൂടെ അങ്ങ് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്നുള്ളൊരു അഭ്യർത്ഥന യുധിഷ്ഠിര മഹാരാജാവ് മുന്നോട്ട് വയ്ക്കുന്നു. ശിലപ്രഭുജി പറയുന്നു ഭാവാർത്ഥത്തിൽ, ഭഗവാനെ തടയാൻ ആർക്കാണ് സാധിക്കുന്നത്? അല്ലെങ്കിൽ ഭഗവാന്റെ തീരുമാനം മാറ്റുവാൻ ആർക്ക് സാധിക്കും? ആർക്കും സാധിക്കില്ല. പരമദിവ്യോത്തമ പുരുഷൻ അദ്ദേഹം എന്ത് വിചാരിച്ചോ അത് നടക്കും. അത് അദ്ദേഹത്തിന് നടത്താനറിയാം. ആർക്കും അദ്ദേഹത്തിൻ്റെ തീരുമാനത്തെ മാറ്റുവാൻ സാധിക്കില്ല. എന്നാൽ ഇവിടെ നമുക്ക് കാണാം, അദ്ദേഹം തീരുമാനിച്ചു പോകാൻ വേണ്ടി എല്ലാം തയ്യാറായി. ഇവൻ രഥത്തിൽ വരെ കയറി അദ്ദേഹം ഇരുന്നു. എന്നിട്ട് ആ സമയത്ത് യുധിഷ്ഠിര മഹാരാജാവ് വന്ന് അഭ്യർത്ഥിച്ചപ്പോൾ അദ്ദേഹം എന്താണ് പറയുന്നത്? ഇവിടെ അദ്ദേഹത്തിൻ്റെ അഭ്യർത്ഥന, യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അഭ്യർത്ഥന അദ്ദേഹം മാനിച്ചു. അങ്ങനെ കുറച്ച് ദിവസം കൂടെ ഹസ്തിനാപുരത്തിൽ താമസിക്കാമെന്നുള്ള തീരുമാനമെടുക്കുന്നു. ഇപ്പോൾ ശിലപ്രഭുജി പറയുന്നത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ, യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ആ അഭ്യർത്ഥന എന്തുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ അത് സമ്മതിച്ചു? കാരണം യുധിഷ്ഠിര മഹാരാജാവും പാണ്ഡവരും ശുദ്ധഭക്തരായതുകൊണ്ട്. ശുദ്ധഭക്തരുടെ നിവേദനം, ശുദ്ധഭക്തരുടെ പ്രാർത്ഥന, ശുദ്ധഭക്തരുടെ അഭ്യർത്ഥന ഭഗവാനെ എങ്ങനെ മാറ്റിവെക്കാൻ സാധിക്കും? ഭഗവാൻ എങ്ങനെ അത് സമ്മതിക്കാതെ ഇരിക്കും? അഹം ഭക്ത പരാധീനോ. ഭഗവാൻ പറയുന്നു, ഭഗവാൻ സ്വയം പറയുന്നു, അഹം ഭക്ത പരാധീനോ, ഭക്തരുടെ മുമ്പിൽ ഞാൻ കീഴടങ്ങുന്നുവെന്ന്. കീഴടങ്ങുന്നു ഇൻ ദ സെൻസ് ലിറ്ററലി അല്ല. അതായത് ഭക്തർ പറയുന്നത്, ഭക്തരെന്താ ആഗ്രഹിക്കുന്നു, ഭക്തർ എന്താണോ പ്രാർത്ഥിക്കുന്നത്, അല്ലെങ്കിൽ ഭക്തരുടെ ആഗ്രഹം എന്താണോ അത് ഭഗവാൻ നടത്തി കൊടുക്കുന്നു. നമ്മൾ കാണുന്നു, ഇത് ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടുണ്ട് അല്ലേ? ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഭാഗവതത്തിൽ തന്നെ. ഭഗവാൻ എങ്ങനെ ഭക്തരുടെ ആ ഒരു ഭക്തരുടെ നിയന്ത്രണത്തിൽ വരുന്നു എന്നുള്ളത്. യശോദാമ്മ ദാമോദര ലീല നമുക്കറിയാം. ഭക്തരുടെ ആ പിടിയിൽ വരുന്നു. ഇനി അംബരീഷ് മഹാരാജാവിൻ്റെ കഥ നോക്കിക്കഴിഞ്ഞാൽ അവിടെയും നമുക്ക് കാണാൻ സാധിക്കും അല്ലേ? അവിടെയും സുദർശന ചക്രം ഭഗവാൻ വിഷ്ണു അറിയാതെ തന്നെ അംബരീഷ് മഹാരാജാവിനെ സംരക്ഷിക്കാൻ വേണ്ടി പോകുന്നു. പിന്നീട് ദുർവാസ മുനി വന്നപ്പോൾ പറയുന്നു, എനിക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, അത് ഭക്തൻ, അതായത് അംബരീഷ് മഹാരാജാവ് തന്നെ തീരുമാനമെടുക്കണം എന്ന്. അപ്പോൾ പല അവസരങ്ങളിൽ പല സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും ഭഗവാന്റെ ആ ഒരു സ്നേഹം. അപ്പോൾ ശുദ്ധഭക്തർ പറയുമ്പോൾ അദ്ദേഹത്തിന് നോ എന്ന് പറയാൻ അറിയില്ല. ശുദ്ധഭക്തർ, ഇവരെല്ലാവരും ശുദ്ധഭക്തരാണ്, അതുകൊണ്ടാണ്. അതാണ് ഇവിടെ ശിലപ്രഭുജി പറയുന്നത്. യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ആ ഒരു അഭ്യർത്ഥന ഭഗവാൻ അതുകൊണ്ട് സമ്മതിച്ചു. എന്നാൽ
അതാണ് പറയുന്നത്, ശുദ്ധഭക്തരുടെ ഡീലിങ്സും ഭഗവാന്റെ ഡീലിങ്സും വ്യത്യാസമുണ്ട്. അതായത് ശുദ്ധഭക്തരും സാധാരണ ആളുകളും അതേപോലെ ഭഗവാന്റെ തിരിച്ചുള്ള റെസിപ്രൊക്കേഷൻ വ്യത്യാസമുണ്ട് കുറച്ച്. അത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യാറുള്ള വിഷയമാണ്. സമൂഹം സർവഭൂതേഷു എന്ന് ഭഗവാൻ പറയുന്നു എന്നുണ്ടെങ്കിലും ഭഗവാനോട് സ്നേഹം കൂടുതൽ കാണിക്കുന്നവർക്ക് ഭഗവാൻ കൂടുതൽ റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നത് കാണാം. പക്ഷാഭേദമായിട്ടല്ല, അത് നാച്ചുറലാണ്. അങ്ങനെ ഭഗവാന്റെ ഭക്തർ എന്താണോ ആഗ്രഹിക്കുന്നത്, കാര്യം ഇവർ വേറെ ഒന്നുമല്ല ആഗ്രഹിക്കുന്നത്. യുധിഷ്ഠിര മഹാരാജാവും പാണ്ഡവരും വേറെ ഒന്നും ആഗ്രഹിച്ചില്ല. ആഗ്രഹിച്ചത് എന്താണ്? ഭഗവാൻ കുറച്ച് ദിവസം കൂടെ അദ്ദേഹത്തിൻ്റെ സംഘം വേണമെന്ന്, അല്ലെങ്കിൽ ഭഗവാന്റെ കൂടെ ഇരിക്കണമെന്ന്. നമ്മളെല്ലാവരും ആഗ്രഹിക്കേണ്ടത് അതല്ലേ? ഭഗവാന്റെ കൂടെ എനിക്കും ഇരിക്കണം, അല്ലെങ്കിൽ എന്നിട്ട് ഭഗവാനെ സേവിക്കണം എന്നുള്ള ആഗ്രഹം. ഈ ആഗ്രഹം എങ്ങനെ ഭഗവാന് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റും? അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളിൽ എങ്ങനെ അദ്ദേഹത്തിന് മാറ്റിവെക്കാൻ സാധിക്കും? ഒന്ന് ആലോചിക്കണം. അദ്ദേഹത്തെ കാത്ത് 16,108 ഭാര്യമാർ ദ്വാരകയിൽ കാത്തിരിക്കുന്നു. അവർ മാത്രമല്ല, ഒരുപാട് ഭക്തർ, ദ്വാരകാവാസികളെല്ലാം ഭഗവാന്റെ ഭക്തരാണ്. അവരെല്ലാവരും കാത്തിരിക്കുകയാണ്. ഒരുപാട് ദിവസങ്ങളായിട്ട് ഭഗവാനെ കാണാതെ, കൃഷ്ണനെ കാണാതെ അവർ വിഷമിച്ചിരിക്കുകയാണ്. എന്നാലും ഇവിടെ അവരുടെ വിഷമം അറിയാം. പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ യുധിഷ്ഠിര മഹാരാജാവും പാണ്ഡവരുടെയും ആ ഒരു ആഗ്രഹം, കുന്തി മഹാറാണിയുടെ ആഗ്രഹം നടത്തി കൊടുക്കാൻ വേണ്ടി തീരുമാനമെടുക്കുകയാണ് ഇവിടെ ഭഗവാൻ കൃഷ്ണൻ. അതാണ് നമ്മളിനി കാണുന്നത്. ഇനി കുറച്ച് ദിവസം കൂടെ അദ്ദേഹം അവിടെ നിൽക്കുന്നു. അതിനുശേഷം പിന്നീട് എന്ത് സംഭവിക്കുമെന്നുള്ളത് നമുക്ക് മുന്നോട്ട് നോക്കാം. ഓക്കെ. ഇനി 9ാമത്തെ അധ്യായത്തിൽ ഭീഷ്മസ്തുതി വരുമ്പോഴും ഭഗവാനുണ്ട് കൂടെ അവിടെ. അത് കഴിഞ്ഞ് 10ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണാം ഭഗവാൻ ശരിക്കും തിരിച്ചു പോകുന്ന, ദ്വാരകയിലേക്ക് മടങ്ങുന്നത് 10ാമത്തെ അധ്യായത്തിലാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ശ്ലോകം നോക്കാം. വ്യാസാദ്യേർ ഈശ്വരേ ഹാജ്ഞൈ കൃഷ്ണേനാദ്ഭുത കർമ്മണ പ്രബോധിതോ പിതാഹാസേർ നാഭുദ്യത ശുചാർപ്പിതഃ. യെസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 46. വ്യാസാദ്യൈ ഈശ്വര ആജ്ഞൈ കൃഷ്ണേനാത്ഭുത കർമ്മണ പ്രബോധിതോ അഭിദിഹാസേ ന അബുദ്ധ്യത ശുചാർപ്പിതഃ. വിവർത്തനം ഭാവാർത്ഥം. ശ്രീ ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദിക്ക് ജയ്. ശോകാകുലനായ യുധിഷ്ഠിര മഹാരാജാവിനെ സാന്ത്വനപ്പെടുത്തുവാൻ വ്യാസമഹർഷിയുടെ നേതൃത്വത്തിലുള്ള സന്യാസിവര്യന്മാരുടെ ഉപദേശങ്ങൾക്കോ അതിമാനുഷിക വീരസാഹസിക കൃത്യങ്ങൾ നിർവഹിച്ച കീർത്തിമാനായ ശ്രീകൃഷ്ണ ഭഗവാനോ എല്ലാ ചരിത്ര പ്രമാണങ്ങൾക്കു പോലുമോ കഴിഞ്ഞില്ല. ഭാവാർത്ഥം. കുരുക്ഷേത്ര യുദ്ധത്തിൽ കൂട്ടക്കൊല ചെയ്യപ്പെട്ട ജനങ്ങളെ വിശേഷിച്ചും അദ്ദേഹത്താൽ വധിക്കപ്പെട്ടവരെ ഓർത്ത് ധർമ്മിഷ്ഠനായ യുധിഷ്ഠിര രാജൻ അത്യധികം ശോകാകുലനായി. ദുര്യോധനൻ സിംഹാസനത്തിൽ വാഴുന്നുണ്ടായിരുന്നുവെന്ന് മാത്രമല്ല, അദ്ദേഹം നല്ല രീതിയിൽ ഭരണം നിർവഹിക്കുകയും ചെയ്തു പോന്നിരുന്നു. ആകയാൽ ഒരർത്ഥത്തിൽ യുദ്ധത്തിന്റെ ആവശ്യം തന്നെ ഉണ്ടായിരുന്നില്ല. എന്നാൽ നീതിതത്വങ്ങൾക്കനുസരിച്ച് യുധിഷ്ഠിരന് അദ്ദേഹത്തെ മാറ്റേണ്ടതായി വന്നു. രാഷ്ട്രീയത്തിന്റെ പൂർണ്ണപക്ഷവും ഈ വാദമുഖത്തെയാണ് കേന്ദ്രീകരിക്കുന്നത്. സർവ്വ രാജാക്കന്മാരും ലോകത്തെ മുഴുവൻ ജനങ്ങളും സഹോദരന്മാർ പ്രതിയോഗികളായ ഈ യുദ്ധത്തിൽ പങ്കെടുത്തു. ശ്രീകൃഷ്ണ ഭഗവാനും യുധിഷ്ഠിര രാജപക്ഷത്തോട് ചേർന്ന് ആ യുദ്ധത്തിന്റെ ഭാഗഭാക്കായി. 18 ദിവസത്തെ കുരുക്ഷേത്ര യുദ്ധത്തിൽ 64 കോടി മനുഷ്യർ വധിക്കപ്പെടുകയുണ്ടായി എന്നും അനേകായിരങ്ങളെ കാണാതായി എന്നും മഹാഭാരതം ആദിപർവം 20 പ്രതിപാദിച്ചിരിക്കുന്നു. അനുഭവത്തിൽ 5000 വർഷത്തിനുള്ളിലുണ്ടായ മഹായുദ്ധമായിരുന്നു ഇത്.
മഹാരാജാവ് യുധിഷ്ഠിരനെ സിംഹാസനാരൂഢനാക്കാനായി മാത്രം നടത്തപ്പെട്ട ഈ കൂട്ടക്കുരുതി അത്യന്തം വേദനാജനകമാണ്. ആകയാൽ ചരിത്ര പ്രമാണങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് വ്യാസദേവനെ പോലുള്ള ശ്രേഷ്ഠ സന്യാസിവര്യന്മാരും ഭഗവാൻ ശ്രീകൃഷ്ണൻ സമയവും ലക്ഷ്യം ധർമ്മപരിപാലനമായതുകൊണ്ട് തന്നെ അവലംബിച്ച മാർഗമായ യുദ്ധം സാധൂകരിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് യുധിഷ്ഠിര രാജാവിനെ സാന്ത്വനപ്പെടുത്താൻ ശ്രമിച്ചു. എന്നാൽ മഹത് വ്യക്തികളാൽ നിർദ്ദേശിക്കപ്പെട്ടിട്ടു പോലും യുധിഷ്ഠിര മഹാരാജാവ് സംതൃപ്തനായില്ല. ശ്രീകൃഷ്ണ ഭഗവാനെ ഇവിടെ അതിമാനുഷിക കൃത്യങ്ങൾ നിർവഹിച്ചവനായി ചിത്രീകരിച്ചിരിക്കുന്നു. എന്നാൽ ഈ വിശേഷ സന്ദർഭത്തിൽ വ്യാസദേവനോ ശ്രീകൃഷ്ണ ഭഗവാനോ യുധിഷ്ഠിര മഹാരാജാവിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി സമാധാനപ്പെടുത്തുവാൻ കഴിഞ്ഞില്ല. അതിമാനുഷിക കർത്താവ് എന്ന നിലയിൽ ഭഗവാൻ പരാജയപ്പെട്ടു എന്നാണോ ഇതിനർത്ഥം? അല്ല, നിശ്ചയമായും ഇത് അപ്രകാരം അർത്ഥമാക്കുന്നില്ല. ഭഗവാൻ ആഗ്രഹിക്കയാൽ ഈശ്വരൻ അഥവാ യുധിഷ്ഠിര രാജന്റെയും വ്യാസദേവന്റെയും അന്തരംഗ സ്ഥാനമായ പരമാത്മാവ് വീണ്ടും അധികതരമായ അതിമാനുഷിക കൃത്യങ്ങൾ നിർവഹിച്ചുവെന്ന് ഇതിനെ വ്യാഖ്യാനിക്കണം. യുധിഷ്ഠിര രാജാവിന്റെ അന്തരംഗസ്ഥനായ പരമാത്മാവ് എന്ന നിലയിൽ ഭഗവാൻ വർത്തിക്കയാൽ അദ്ദേഹം യുധിഷ്ഠിര രാജനെ വ്യാസദേവന്റെയോ മറ്റുള്ളവരുടെയോ സ്വയം അദ്ദേഹത്തിന്റെ തന്നെയോ വചനങ്ങളാൽ സാന്ത്വനപ്പെടാൻ അനുവദിച്ചില്ല. എന്തെന്നാൽ ഭഗവാന്റെ മറ്റൊരു മഹാഭക്തനായ ഭീഷ്മദേവനിൽ നിന്നും മഹാരാജാവ് യുധിഷ്ഠിരൻ ഉപദേശങ്ങൾ ശ്രവിക്കണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചു. മഹായോദ്ധാവായ ഭീഷ്മദേവൻ അദ്ദേഹത്തിന്റെ ഭൗതികാസ്തിത്വത്തിന്റെ അവസാന നാളുകളിൽ ഭഗവാനെയും സിംഹാസനാരൂഢനായിരിക്കുന്ന യുധിഷ്ഠിര രാജനെയും മറ്റു പൗത്രരെയും ദർശിച്ച് സമാധാനത്തോടെ ഇഹലോകവാസം അവസാനിപ്പിക്കട്ടെ എന്ന് ഭഗവാൻ ആഗ്രഹിച്ചു. പിതാവില്ലാത്ത വാത്സല്യനിധികളായ തന്റെ പൗത്രരായ പാണ്ഡവർക്കെതിരായി യുദ്ധം ചെയ്യണമെന്ന് ഭീഷ്മദേവൻ ഒട്ടും ആഗ്രഹിച്ചിരുന്നില്ല. എന്നാൽ ക്ഷത്രിയർ അത്യന്തം കഠോരരാകയാൽ ഭീഷ്മദേവൻ ദുര്യോധനന്റെ പക്ഷം ചേർന്ന് യുദ്ധം ചെയ്യാൻ ബാധ്യസ്ഥനായി തീർന്നു. മാത്രമല്ല അദ്ദേഹം ദുര്യോധനന്റെ സംരക്ഷണത്തിൽ കഴിയുകയുമായിരുന്നു. ഇവയ്ക്കു പുറമെ മഹാരാജാവ് യുധിഷ്ഠിരൻ ഭീഷ്മദേവന്റെ വാക്കുകളാൽ സാന്ത്വനപ്പെടണമെന്നും അങ്ങനെ ഭീഷ്മദേവന് എല്ലാവരെയും സ്വയം ഭഗവാനെ പോലും വെല്ലുന്ന രീതിയിൽ വിജ്ഞാനമുണ്ടായിരുന്നുവെന്ന് ലോകം അറിയണമെന്നും ഭഗവാൻ ആഗ്രഹിച്ചിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരിബോൾ. വളരെ മനോഹരമായിട്ടുള്ള ഭാവാർത്ഥം ശിലപ്രഭാജി തന്നിരിക്കുന്നു. ഇവിടെ ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് കാണാം മഹാരാജ് യുധിഷ്ഠിര മഹാരാജ് അദ്ദേഹം വിഷമത്തോടുകൂടി ഭഗവാനോട് കുറച്ച് ദിവസം കൂടെ ഇവിടെ നിൽക്കാൻ പറയുന്നു. കാരണം ഒന്ന്, അവർക്ക് ഭഗവാന്റെ കൂടെ കുറച്ച് ദിവസം കൂടെ നിൽക്കാനുള്ള ആഗ്രഹം ആർക്കാണ് ആഗ്രഹമില്ലാത്തത്? എല്ലായ്പ്പോഴും ഭഗവാന്റെ കൂടെ നിൽക്കാനാണ് ആഗ്രഹം ഉണ്ടാവുക. ആർക്ക്? ശുദ്ധ ഭക്തർക്ക് അല്ലേ? എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ നമുക്ക് നേരിട്ട്, ഇപ്പോൾ പാണ്ഡവർക്ക് കിട്ടിയിട്ടുള്ള മഹാസൗഭാഗ്യം നമുക്കാർക്കുമില്ല. വേറൊരു അവസരത്തിൽ ഭാഗവതത്തിൽ തന്നെ നാരദമുനി പറയുന്നുണ്ട് യുധിഷ്ഠിര മഹാരാജാവിനോട്, നിങ്ങളെപ്പോലെ ഭാഗ്യം ചെയ്തവർ വേറെ ഒരു ഭക്തരും ഇല്ല എന്ന്. എത്ര ദിവസമാണ് കൃഷ്ണൻ നിങ്ങളുടെ കൂടെ നിന്നത്, ആ പരമദിവ്യോത്തമ പുരുഷൻ. അതുമാത്രമല്ല, സ്വന്തം കുടുംബത്തിൽ ജനിച്ചു, ഒന്ന്. രണ്ട്, സുഹൃത്തുക്കളെ പോലെ, സഹോദരങ്ങളെ പോലെ ഒരുമിച്ച് കഴിച്ച്, ഒരുമിച്ച് കിടന്ന്, ഒരുമിച്ച് കളിച്ച്, നിങ്ങളെല്ലാം ഒരുമിച്ച് ചെയ്യുമായിരുന്നു. ഇത്രയും മഹാസൗഭാഗ്യം ആർക്കാണ് കിട്ടുക എന്ന് നാരദമുനി യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുന്നുണ്ട്. സത്യമാണ്. അത്രയും മഹാസൗഭാഗ്യം ചെയ്തിട്ടുള്ളവരാണ്. എല്ലാം ഭഗവാന്റെ ഭക്തരാണ്. ഇത് എന്തുകൊണ്ട് നമുക്ക് എന്ത് പഠിക്കാം ഇതിൽ നിന്ന്? ഭഗവാന്റെ ഭക്തർക്ക് ഭഗവാനെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല. എപ്പോഴും ഭഗവാനുമായിട്ട് കണക്റ്റ് ചെയ്തുകൊണ്ട് ഇരിക്കാൻ തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് ഭഗവാനെ ഇതേപോലെ നേരിട്ട് കിട്ടുന്നില്ലെങ്കിലും ഭഗവാനുമായിട്ട് കണക്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് നാമജപത്തിലൂടെ, ഭാഗവത ശ്രവണത്തിലൂടെ, ഭാഗവതം
പാരായണം വായിക്കുന്നതിലൂടെ, ഭാഗവതം ചർച്ച ചെയ്യുന്നതിലൂടെ, അങ്ങനെ ഭാഗവതം ഭഗവത്ഗീത എല്ലാം ഭഗവാനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ശാസ്ത്രങ്ങളെല്ലാം, അല്ലെങ്കിൽ നാമം, ഇങ്ങനെ ഭക്തരുടെ ഇടയിൽ ഭക്തരുടെ കൂടെ ഇരുന്ന് ഇതെല്ലാം കേൾക്കുന്നു, ചർച്ച ചെയ്യുന്നു. അതാണ് ഏറ്റവും വലിയ സന്തോഷം ഭക്തരെ സംബന്ധിച്ച്. വേറെ ഒന്നിനും ഒരു ആനന്ദം ശരിക്കും പറയുകയാണെങ്കിലില്ല. ഇതേപോലൊരു ആനന്ദം വേറെ ഒന്നിനുമില്ല. സത്സംഗങ്ങൾ, അല്ലെങ്കിൽ നല്ല നമ്മുടെ വേവ് ലെങ്ത്തുമായിട്ട് മാച്ച് ചെയ്യുന്ന ഡിവോട്ടീസ്, പിന്നെ ചർച്ചകളെല്ലാം ഭഗവത് ചർച്ചകൾ മാത്രം. അങ്ങനെ വരുമ്പോൾ ആ സത്സംഗങ്ങൾ ഒരുപാട് നമുക്ക് ആനന്ദം തരുന്നു. മറ്റുള്ള സുഹൃത്ത് ബന്ധങ്ങൾ പോലെയല്ല. കാര്യം നമ്മുടെ ചർച്ചാ വിഷയം ഭഗവാൻ മാത്രമാണ്. അതാണ് ഇവിടെ യുധിഷ്ഠിര മഹാരാജാവും പാണ്ഡവരും ആഗ്രഹിച്ചു ഭഗവാൻ കുറച്ചുകൂടി ദിവസം കൂടെ നിൽക്കണമെന്നും. കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടെയുണ്ട്, ഇതിൻ്റെ പുറകിൽ വേറൊരു കാര്യമുണ്ട്. ഭഗവാൻ പോകാൻ വേണ്ടി തയ്യാറെടുത്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ അദ്ദേഹം ഇവിടെ നിൽക്കാൻ വേണ്ടി കുറച്ച് ദിവസം കൂടെ നിൽക്കണമെന്നും അദ്ദേഹം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാന്റെ പ്ലാനുകളെല്ലാം നമുക്ക് പറയാൻ സാധിക്കില്ല. അദ്ദേഹം പല കാര്യങ്ങളും ഒരേ സമയത്ത് തീരുമാനമെടുക്കും. ഇവിടെ യുധിഷ്ഠിര മഹാരാജാവ് ഒന്ന് റിക്വസ്റ്റ് ചെയ്യുന്നു, ഭഗവാൻ സമ്മതിക്കുന്നു. പിന്നീട് എന്താണ് നമ്മൾ കാണുന്നത്? യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അവസ്ഥ നമുക്കറിയാം. ഇത്രയും വലിയ മഹാഭാരത യുദ്ധം കഴിഞ്ഞ് അദ്ദേഹം ഒരുപാട് വിഷമത്തിലാണ്. ആദ്യം മുതലേ അദ്ദേഹത്തിന് വിഷമമാണ്. യുദ്ധം ചെയ്യുന്നതിനേക്കാൾ മുമ്പ് തന്നെ വിഷമമായിരുന്നു. യുദ്ധം കഴിഞ്ഞിട്ട് ഒരുപാട് വിഷമിച്ചിരുന്നു. അതായത് ഇത്രയും ആളുകൾ മരിക്കുവാനുള്ള കാരണം നമ്മളായല്ലോ എന്നുള്ളൊരു തോന്നൽ അദ്ദേഹത്തിനുണ്ടായിരുന്നു. ആര് അദ്ദേഹത്തെ സ്വാന്തനിപ്പിച്ചിട്ടും സമാധാനിപ്പിച്ചിട്ടും അദ്ദേഹം ശാന്തനാവുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. വ്യാസദേവനെ പോലുള്ള വലിയ വലിയ മഹാഋഷിമാർ അവിടെ ഉണ്ടായിരുന്നു. അവർ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ചു കൊടുക്കാൻ നോക്കി. യുധിഷ്ഠിര മഹാരാജാവിന് എന്തൊക്കെ പറഞ്ഞാലും അതങ്ങ് ശരിയായിട്ട് അദ്ദേഹത്തിന് കൺവിൻസ് ആവുന്നില്ല. പിന്നെ എന്ത് പറയണം? ഭഗവാൻ കൃഷ്ണൻ നേരിട്ട് സമാധാനിപ്പിക്കാൻ നോക്കി, സാന്ത്വനിപ്പിക്കാൻ നോക്കി. അപ്പോഴും യുധിഷ്ഠിര മഹാരാജാവ് പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അല്ല എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തന്നെയാണ് തെറ്റുകാർ, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തന്നെയാണ് തെറ്റുകാർ, എല്ലാത്തിനും കാരണം ഞാൻ തന്നെയാണ് എന്നുള്ളത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആർക്കും അദ്ദേഹത്തെ സമാധാനിപ്പിക്കാൻ സാധിക്കുന്നില്ലായിരുന്നു. കാര്യം ഇങ്ങനൊരു യുദ്ധം നടക്കേണ്ടത് അനിവാര്യമായിരുന്നു. കാരണം ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നുള്ളത് ഭഗവാന്റെ ലക്ഷ്യമാണ്. പ്രത്യേകിച്ചും അധർമ്മികളുടെ കയ്യിലായിരുന്നു രാജ്യം. അതുകൊണ്ട് ദുര്യോധനൻ രാജ്യത്തിലെ പ്രജകളുടെ ക്ഷേമമൊക്കെ നോക്കിയിരുന്നു. ആ തരത്തിൽ നോക്കുവാണെങ്കിൽ ദുര്യോധനൻ ഒരു നല്ല രാജാവായിരുന്നു. പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം ഭക്തനല്ല. ഇപ്പോൾ ഭക്തരല്ലാത്തവർ ആ ഒരു പൊസിഷനിൽ വരുമ്പോൾ ബുദ്ധിമുട്ടാണ് കാര്യങ്ങൾ, അല്ലേ? അപ്പോൾ ആ ഒരു ശരിയായിട്ടുള്ള വർണ്ണാശ്രമ ധർമ്മമൊന്നും പാലിക്കാൻ സാധിക്കില്ല, അല്ലെങ്കിൽ നടക്കില്ല. അതൊക്കെ തകർന്നു പോകും. അപ്പോൾ അതെല്ലാം ഭഗവാനെ പുനഃസ്ഥാപിക്കണമെന്നുണ്ടായിരുന്നു. അതാണ് തീർച്ചയായിട്ടും വേണ്ടതും. അതേപോലെ യുധിഷ്ഠിര മഹാരാജാവും പാണ്ഡവരെ പോലുള്ള അവർക്ക് അർഹതപ്പെട്ടതാണ് ആ രാജ്യം. എന്നിട്ട് അത് ദുര്യോധനും മറ്റുള്ളവരും തട്ടിയെടുത്ത പോലെയാണ്. അപ്പോൾ അത് തിരിച്ചു കൊടുക്കണം. കാര്യം ഭഗവാന്റെ ശുദ്ധഭക്തരാണ് ഇവർ, യുധിഷ്ഠിര മഹാരാജാവും സഹോദരങ്ങളും. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ ആഗ്രഹമായിരുന്നു. അതെല്ലാം വേണ്ട കാര്യങ്ങളായിരുന്നു. അത് ഭഗവാൻ ചെയ്യുന്നു. അപ്പോൾ ഇതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ നോക്കുന്നുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും യുധിഷ്ഠിര മഹാരാജാവിന് മനസ്സിലാവുന്നില്ല. ഇവിടെ ഭാരതത്തിൽ പറയുന്നു 64 കോടി ആളുകളാണ് മരിക്കുന്നത് ഈ പറയുന്ന യുദ്ധത്തിൽ, മഹാഭാരത യുദ്ധത്തിൽ. പക്ഷേ എല്ലാവർക്കും ഭഗവാന്റെ പ്രസൻസിൽ, ഭഗവാന്റെ സാന്നിധ്യത്തിൽ അവർ മരിച്ചതുകൊണ്ട് അവർക്കെല്ലാവർക്കും നല്ല ഗതിയാണ് സംഭവിച്ചത്. എല്ലാവർക്കും മോക്ഷം കിട്ടുന്നു. ഇതിനും വലിയൊരു കാര്യം, അതിൽ പലവരും യോഗ്യതയില്ലാത്തവരുണ്ടായിരുന്നു മോക്ഷത്തിന്. എന്നാലും അവർക്കും അത് സാധിക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കൂ.
അത്രമാത്രം. അപ്പം അതുകൊണ്ട് ആർക്കും നഷ്ടം സംഭവിച്ചിട്ടില്ല ശരിക്കും പറയുകയാണെങ്കിൽ. ഇതൊന്നും യുധിഷ്ഠിര മഹാരാജാവിന് അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ഒരു അവസ്ഥയോ അല്ല. അദ്ദേഹം മനസ്സിലാക്കുന്നില്ല. ഭഗവാൻ കൃഷ്ണന് ശ്രമിച്ചു, എന്നിട്ടും മനസ്സിലാക്കുന്നില്ല. ഇവിടെ ശിലപ്രഭാത് പറയുന്നു, ഭഗവാൻ കൃഷ്ണൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലും മനസ്സിലാക്കിപ്പിക്കാതിരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഭഗവാൻ കൃഷ്ണന് സാധിക്കാത്തതായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? നല്ല ചോദ്യമാണ്. ശരിയാണ്, ഭഗവാന് സാധിക്കാത്തതായിട്ടുള്ള ഒരു കാര്യവുമില്ല. അദ്ദേഹത്തിന് സുഖമായിട്ട് അദ്ദേഹം വിചാരിച്ചു കഴിഞ്ഞാൽ യുധിഷ്ഠിര മഹാരാജാവിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാൻ സാധിക്കും. കാര്യം യുധിഷ്ഠിര മഹാരാജാവിൻ്റെ അകത്തിരിക്കുന്ന പരമാത്മാവും ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ്. പക്ഷെ എന്നാലും ഭഗവാൻ തൽക്കാലം അത് മാറ്റിവെക്കുന്നു. അതായത് ഭഗവാനാണെങ്കിലും വ്യാസദേവനാണെങ്കിലും മറ്റുള്ള ഏത് ഋഷിമാരും വരിഷ്ഠരായിട്ടുള്ള ഭക്തരാണെങ്കിലും അവരൊക്കെ പറഞ്ഞതൊന്നും യുധിഷ്ഠിര മഹാരാജാവിന് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മനസ്സിലാവുവാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഭഗവാൻ തൽക്കാലം മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്, ഇൻക്ലൂഡിങ് അദ്ദേഹത്തിൻ്റെ കാര്യം. എന്തിനു വേണ്ടിയിട്ടാണ്? അദ്ദേഹത്തിൻ്റെ ആഗ്രഹമായിരുന്നു, കൃഷ്ണൻ്റെ ആഗ്രഹമായിരുന്നു ഇത് ഭീഷ്മ പിതാമഹനിൽ നിന്ന് കേൾക്കണം. ഭഗവാന്റെ വേറെ ഒരു ശുദ്ധഭക്തനാണ് ഭീഷ്മ പിതാമഹൻ. ഭീഷ്മ പിതാമഹനിൽ നിന്ന് യുധിഷ്ഠിര മഹാരാജാവ് ഈ ഉപദേശങ്ങളെല്ലാം കേട്ട് അങ്ങനെ യുധിഷ്ഠിര മഹാരാജാവിന് ഇതെല്ലാം മനസ്സിലാവും. ഇതായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ആഗ്രഹം, ഭഗവാന്റെ ആഗ്രഹം. അതുമാത്രമല്ല, അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഭീഷ്മ പിതാമഹന് ഭഗവാനെ കണ്ടുകൊണ്ട് ശരീരം വിടണം. അപ്പോൾ ഭഗവാൻ അതിനുള്ള അവസരം ഉണ്ടാക്കുവാണ്. അതുകൊണ്ടാണ് കുറച്ച് ദിവസം കൂടെ അദ്ദേഹം അവിടെ താമസിക്കുന്നത്. നോക്കൂ, അപ്പോൾ അതാണ് പറഞ്ഞത്, ഭഗവാൻ പോകാൻ വേണ്ടി തയ്യാറായി, പക്ഷേ വേണ്ടാന്ന് വെച്ചു. യുധിഷ്ഠിര മഹാരാജാവ് അതിൻ്റെ നിമിത്തമായി റിക്വസ്റ്റ് ചെയ്തു. പക്ഷേ ഭഗവാന്റെ അതിൻ്റെ പുറകിലും വേറെ ആഗ്രഹം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കാര്യം ഉണ്ടായിരുന്നു. ഭീഷ്മ പിതാമഹൻ ശരീരം വിടുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടാവണം എന്നുള്ളത്. ഭഗവാനെ നോക്കിക്കൊണ്ട് ശരീരം വിടുവാനുള്ള മഹാസൗഭാഗ്യം ഭീഷ്മ പിതാമഹന് കൊടുക്കണം. കാര്യം എൻ്റെ ശുദ്ധഭക്തനാണ് അദ്ദേഹം. അതിന് വേണ്ടിയും കൂടിയിട്ടാണ് ഭഗവാൻ കൃഷ്ണൻ പോവാതിരിക്കുന്നത്. അതേപോലെ ഇവിടെ ശിലപ്രഭാജി പറയുന്നു, ഭീഷ്മ പിതാമഹന് അദ്ദേഹത്തിൻ്റെ വളരെ പ്രിയപ്പെട്ട പാണ്ഡവരെ സ്വന്തം കൊച്ചുമക്കളെ പോലെയാണ് ഭീഷ്മ പിതാമഹന്. കൊച്ചുമക്കൾ തന്നെയാണ്, സംശയമില്ല. അപ്പം അവരെല്ലാം കണ്ട്, ശുദ്ധഭക്തരാണ് അവരെല്ലാവരും. കൂട്ടത്തിൽ ഭഗവാനെയും കാണുന്നു, അവരുടെ കൊച്ചുമക്കളെയും കാണുന്നു. ഇവരെല്ലാവരെയും കണ്ടുകൊണ്ട് സമാധാനമായിട്ട് ഭീഷ്മ പിതാമഹൻ ഈ ലോകം വിട്ട് പോകുന്നത് ഭഗവാൻ കൃഷ്ണൻ ആഗ്രഹിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ അദ്ദേഹം ഒരുക്കി. അതാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഭീഷ്മ പിതാമഹനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമ്മൾ ഇനി അടുത്ത അധ്യായത്തിൽ കൂടുതൽ കാണും. ഭീഷ്മ പിതാമഹൻ എന്തുകൊണ്ട് നമുക്ക് കാണാം. ഭീഷ്മ പിതാമഹൻ പല സാഹചര്യങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട് ഈ ഒരു വിഷയം. അദ്ദേഹം ഓപ്പോസിറ്റ് പാർട്ടിയിലായിപ്പോയി. ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹം പാണ്ഡവരുടെ കൂടെയാണ് വേണ്ടത് എന്നുള്ള അഭിപ്രായമുള്ളവരൊക്കെ ഉണ്ടാവും. പക്ഷെ അതിൻ്റെ പുറകിലും ആന്തരികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങനെ വെറുതെയല്ല. ഉണ്ട ചോറിന് നന്ദി കാണിച്ചു എന്നുള്ളതൊക്കെ ഒരു ബാഹ്യമായിട്ടുള്ള കാരണങ്ങളാണ്. ആന്തരിക കാരണം വേറെ കുറേ കാര്യങ്ങളുണ്ട് അതിൻ്റെ പുറകിൽ. എനിവേയ്സ്, അതൊക്കെ നമുക്ക് അടുത്ത അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ ചർച്ച ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടെ അവസാനം ശിലപ്രഭാജി പറയുന്നുണ്ട്, അത് ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറയുന്നു, ഭീഷ്മ പിതാമഹന് എല്ലാ ജ്ഞാനവും ഉണ്ട്. അതായത് ഭഗവാൻ പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ല യുധിഷ്ഠിര മഹാരാജാവിന്. പക്ഷേ ഭീഷ്മ പിതാമഹൻ പറഞ്ഞ് മനസ്സിലാവുന്നു ആർക്ക്? യുധിഷ്ഠിര മഹാരാജാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എൻ്റെ ഭക്തന്, ഭഗവാൻ വിചാരിക്കുകയാണ്, എൻ്റെ ഭക്തന് എന്നേക്കാൾ കൂടുതൽ കഴിവുണ്ട്, എന്നേക്കാൾ കൂടുതൽ ജ്ഞാനമുണ്ട്. എനിക്ക് കൺവിൻസ് ചെയ്യാൻ സാധിച്ചില്ല യുധിഷ്ഠിര മഹാരാജാവിനെ, എന്നാൽ എൻ്റെ ഭക്തൻ ഭീഷ്മദേവന് അത് സാധിക്കുന്നു. അപ്പോൾ അവിടെ ഇതാണ് ഭഗവാന്റെ ശുദ്ധഭക്തരെ അവരെ എല്ലാവരും ഗ്ലോറിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവസരങ്ങൾ കൊടുക്കുവാണ്. ഭഗവാന് തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതെല്ലാം. എന്തും ഭഗവാന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം, അല്ലേ? ഇങ്ങനൊരു അവസരം ഭീഷ്മ പിതാമഹനിലൂടെ കേൾക്കണം എന്നുള്ളൊരു നിർബന്ധം, അല്ലെങ്കിൽ ഭഗവാൻ അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. വേണമെങ്കിൽ അദ്ദേഹത്തിന് തന്നെ സുഖമായിട്ട് കാര്യങ്ങൾ പറയാവുന്നേ ഉള്ളൂ. പറഞ്ഞു, പക്ഷേ മനസ്സിലാക്കിപ്പിക്കാവുന്നേ ഉള്ളൂ.
എന്നാൽ ഭീഷ്മ പിതാമഹൻ്റെ മഹത്വത്തെക്കുറിച്ച് ലോകത്തിൽ എല്ലാവരെയും അറിയിക്കാൻ വേണ്ടി ഇങ്ങനെ കാണിക്കുന്നു. ഇങ്ങനെ ലീലയുടെ ഭാഗമായിട്ട് ഭഗവാൻ തന്നെ അറേഞ്ച് ചെയ്യുന്നു. ഇതാണ് ഭഗവാനും ഭഗവാന്റെ ശുദ്ധഭക്തരും തമ്മിലുള്ള ഡീലിങ്സ്. ഭഗവാന്റെ ശുദ്ധഭക്തർ അവരൊന്നും ആഗ്രഹിക്കുന്നില്ല. അവരുടെ ഒരേ ഒരു ആഗ്രഹം ഭഗവാനെ സേവിക്കണം എന്നുള്ളത് മാത്രം. അത് എവിടെയാണെങ്കിലും, ഏത് സാഹചര്യത്തിലാണെങ്കിലും, ഏത് പക്ഷത്തിലാണെങ്കിലും. ഇനി ഭഗവാൻ ആഗ്രഹിക്കുന്നത് ഞാൻ എതിർപക്ഷത്ത് നിന്ന് ഭഗവാനെതിരെ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും തയ്യാറാണ് ഭഗവാന്റെ ശുദ്ധഭക്തർ. ഉദാഹരണം ഭീഷ്മ പിതാമഹൻ. ഭീഷ്മ പിതാമഹന് അറിയാം ദുര്യോധനൻ അധർമ്മിയാണെന്നും അവരുടെ കൂടെയല്ല നിൽക്കേണ്ടതെന്നും ഒക്കെ. പക്ഷെ എന്നാലും ഭഗവാന്റെ നിയോഗപ്രകാരം, ഭഗവാന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം ഓപ്പോസിറ്റ് പാർട്ടിയിൽ കയറുന്നു. പിന്നെ ഭഗവാനെതിരെ ഈവൻ ആയുധം പോലും പ്രയോഗിക്കുന്നത് നമ്മൾ കാണാം. ഇതെല്ലാം ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. ഭഗവാന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ശുദ്ധഭക്തർ എന്തും ഭഗവാൻ പറയുന്നത് ചെയ്യുവാൻ, ഭഗവാന്റെ സന്തോഷത്തിന് വേണ്ടി എന്തും ചെയ്യുവാൻ തയ്യാറാണ് അവർ. ഇപ്പോൾ യമരാജനെ പോലുള്ള ശുദ്ധഭക്തൻ, യമരാജൻ മഹാജനാണ്. അദ്ദേഹത്തിന് ഏറ്റവും ഒന്ന് ആലോചിച്ച് നോക്കൂ, അദ്ദേഹം ചെയ്യുന്ന ജോലി എത്ര ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. ആളുകൾക്ക് ശിക്ഷ കൊടുക്കുക, നരകത്തിൽ കൊണ്ട് യാതനകൾ അനുഭവിപ്പിക്കുക എളുപ്പമുള്ള കാര്യമാണോ? വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാൽ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അതൊരു സേവനമായിട്ടെടുത്ത് യമരാജൻ ചെയ്യുന്നു. ഇനി മഹാദേവൻ്റെ കാര്യമാണെങ്കിലോ, ഭൂതപ്രേത പിശാചുകളുടെ ആളാണ്, അല്ലെങ്കിൽ അവരുടെ നേതാവാണ്, അല്ലെങ്കിൽ അവരുടെ ആശ്രയമാണ് മഹാദേവൻ. അദ്ദേഹവും അങ്ങനെ ഒരു റോൾ എടുക്കുന്നു. അത്ര സുഖമുള്ള കാര്യമല്ല, ആരും എടുക്കാത്ത റോളുകളാണ് അവരെടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഭഗവാന്റെ ആഗ്രഹം അതാണ്, അതുകൊണ്ട് അദ്ദേഹം ചെയ്യുന്നു. ഇത് തന്നെ നമുക്ക് കാണാം സമുദ്രമന്ഥന ലീലയിൽ. വിഷം വന്ന സമയത്ത്, അന്ന് പാലാഴി കടയുമ്പോൾ വിഷം വന്ന സമയത്ത് എന്ത് സംഭവിച്ചു? ആരും ഉണ്ടായിരുന്നില്ല, മഹാദേവൻ വന്നു, വിഷമെല്ലാം കുടിച്ചു, എല്ലാവരെയും രക്ഷിക്കാൻ വേണ്ടി. കാര്യം ഭഗവാന്റെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണ് ഭഗവാന്റെ ശുദ്ധഭക്തർ, എന്തും ചെയ്യാൻ തയ്യാറാണ്. ഇനി അവർ നെഗറ്റീവായിട്ട് മറ്റുള്ളവർ വിചാരിച്ചാലും, ഇവിടെ ഭീഷ്മ പിതാമഹനെക്കുറിച്ച് പലവരും നെഗറ്റീവ് പറയുന്നവരുണ്ട്. അതായത് നെഗറ്റീവ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിർപക്ഷത്ത് നിന്നു, ദ്രൗപദി ദേവിയുടെ വസ്ത്രാക്ഷേപം സമയത്ത് ഒന്നും മിണ്ടിയില്ല, ഇങ്ങനെ പോലെ പല കംപ്ലൈൻറ്റുകളും ഉണ്ട് ഭീഷ്മ പിതാമഹനെതിരെ. പക്ഷേ ഇതെല്ലാം ഭഗവാന്റെ നിയോഗം. അതുമാത്രമല്ല, ഭഗവാൻ ഭീഷ്മ പിതാമഹൻ്റെ ക്വാളിറ്റീസ് ശരിക്കും പറയുകയാണെങ്കിൽ കൂടുതൽ കാണിക്കുകയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു അദ്ദേഹത്തിൻ്റെ അവസാനം എന്ന് പറയുന്നത് ഇതേപോലെ ഒരു അവസാനം വേറെ ആർക്കും ഉണ്ടായിരുന്നുണ്ടാവില്ല. ഭീഷ്മ പിതാമഹൻ്റെ പോലെ ഭഗവാനെ നേരിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹം ശരീരം വിടുകയാണ് ചെയ്യുന്നത്. അടുത്ത അധ്യായത്തിൽ നമ്മൾ കാണും ശിലഹരിദാസ് ഠാക്കൂർ, നാമാചാര്യ ശിലഹരിദാസ് ഠാക്കൂറിനും ഇതേപോലെയായിരുന്നു അന്ത്യം. അദ്ദേഹം ഈ ലോകം വിട്ട് പോകുന്ന സമയത്ത് ശ്രീ ചൈതന്യ മഹാപ്രഭുവിനെ കണ്ടുകൊണ്ട്, ശ്രീ ചൈതന്യ മഹാപ്രഭുവിൻ്റെ യാത്രപാദങ്ങൾ അദ്ദേഹത്തിൻ്റെ വക്ഷസ്ഥലത്ത് അദ്ദേഹം കെട്ടിപ്പിടിച്ചുകൊണ്ട് ആലിംഗനം ചെയ്തുകൊണ്ട് മഹാപ്രഭുവിൻ്റെ ആ തിരുമുഖത്തേക്ക് നോക്കി ശ്രീകൃഷ്ണ ചൈതന്യ എന്ന് പറഞ്ഞ് ഭഗവാന്റെ നാമം ജപിച്ച് അങ്ങനെ ശരീരം വിടുന്നു. അതേപോലെയാണ് ഇവിടെ ഭീഷ്മ പിതാമഹനും ഭഗവാനെ കണ്ടുകൊണ്ട് ഭീഷ്മസ്തുതിയെല്ലാം പാടി ഭഗവാനെ കണ്ടുകൊണ്ട് ലോകം വിട്ട് തിരിച്ച് ഭഗവാന്റെ അടുത്തേക്ക് പോകുന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഭീഷ്മ പിതാമഹൻ്റെ ആ ഒരു സ്ഥാനം. ഇങ്ങനെയുള്ളൊരു അവസരം ഭഗവാൻ കൊടുക്കുന്നത് വെറുതെ അല്ല. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ അത് ചെയ്യുമോ ഭഗവാൻ? ഒരിക്കലുമില്ല. ഇതെല്ലാം ഭഗവാന്റെ നിയോഗപ്രകാരം നടക്കുന്നതാണ്. ശുദ്ധഭക്തരാണ് ഇവരെല്ലാവരും, ശുദ്ധഭക്തരാണ്. ഓക്കെ, ഒരു ശ്ലോകം കൂടെ നോക്കാം. ആഹാരാജാധർമ്മസുതഃ ചിന്തയാൻ സുഹൃദാംബദം പ്രകൃത്തേനാത്മനാ വിപ്ര സ്നേഹമോഹാവശം ഗതഃ. ആഹാരാജധർമ്മസുതഃ ചിന്തയൻ
സുഹൃദാം വദം പ്രാകൃതേനാത്മനാ വിപ്ര സ്നേഹമോഹാവശം ഗതഃ ആഹ രാജധർമ്മസുതഃ ചിന്തയൻ സുഹൃദാം വദം പ്രാകൃതേനാത്മനാ വിപ്ര സ്നേഹമോഹാവശം ഗതഃ. യെസ്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാം പ്രഭു. ഹരേ കൃഷ്ണ. വായിക്കൂ. ആഹാരാജാധർമ്മസുതശ്ചിന്തയൻ സുഹൃദാം വദാം പ്രാകൃതേനാത്മനാ വിപ്ര സ്നേഹമോഹാവശാം ഗതാ. വിവർത്തനം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. ധർമ്മപുത്രനായ യുധിഷ്ഠിര രാജാവ് സുഹൃത്തുക്കളുടെ മരണത്താൽ ആമഗ്നനായി ഒരു സാധാരണ ഭൗതികവാദിയെ പോലെ അത്യധികം ദുഃഖിച്ചു. അല്ലയോ മുനിമാരെ, ഇപ്രകാരം സ്നേഹത്താൽ വ്യാമോഹിതനായ അദ്ദേഹം സംസാരിക്കുവാൻ ആരംഭിച്ചു. ഭാവാർത്ഥം ബൈ ശ്രീല പ്രഭുപാദ് കി ജയ്. യുധിഷ്ഠിര രാജാവ് ഒരു സാധാരണ മനുഷ്യനെ പോലെ ദുഃഖാകുലനായി തീരുമെന്ന് പ്രതീക്ഷിക്കപ്പെടാത്തതാണെങ്കിലും അദ്ദേഹം ഭഗവതിച്ഛയ്ക്ക് വശംവദനായി സാംസാരിക സ്നേഹബന്ധത്താൽ വ്യാമോഹിതനായി തീർന്നു. ജീവാത്മാവ് ശരീരമോ മനസ്സോ അല്ല, മറിച്ച് ജീവാത്മാവ് ജീവിതത്തിന്റെ ഭൗതിക ധാരണകൾക്ക് അതീന്ദ്രിയനാണെന്ന് തിരിച്ചറിവുള്ള ഒരു വ്യക്തി ശരിക്കും മനസ്സിലാക്കുന്നു. ശരീരത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഒരു സാമാന്യ വ്യക്തി ഹിംസയെയും അഹിംസയെയും സംബന്ധിച്ച് ചിന്തിക്കുന്നത്. എന്നാൽ അത് ഒരു തരത്തിലുള്ള മതിവിഭ്രമമാകുന്നു. ഓരോരുത്തരും അവരവരുടേതായ തൊഴിൽപരമായ ധർമ്മങ്ങൾക്കനുസരിച്ച് കർത്തവ്യബദ്ധരാണ്. പ്രതിയോഗി ആരു തന്നെ ആയാലും ശരിയായ കാരണത്തിനായി യുദ്ധം ചെയ്യാൻ ഒരു ക്ഷത്രിയൻ ബാധ്യസ്ഥനാണ്. അത്തരം കർത്തവ്യ നിർവഹണ വേളയിൽ ജീവാത്മാവിന്റെ ബാഹ്യവസ്ത്രം മാത്രമായ ഭൗതിക ശരീരത്തിന്റെ നാശത്തെക്കുറിച്ച് ഓർത്ത് ഒരുവൻ അസ്വസ്ഥനാകരുത്. ഇവയൊക്കെ യുധിഷ്ഠിര രാജാവിന് നല്ലവണ്ണം അറിവുള്ളതാണെങ്കിലും ഭഗവത് ഇച്ഛയാൽ അദ്ദേഹം വെറും ഒരു സാധാരണ മനുഷ്യനെ പോലെയായി തീർന്നു. എന്തെന്നാൽ ഈ മതിവിഭ്രമത്തിനു പിന്നിൽ മറ്റൊരു മഹത്തായ ആശയമുണ്ടായിരുന്നു. അർജുനൻ സ്വയം ഭഗവാനാൽ ഉപദേശിക്കപ്പെട്ടതുപോലെ യുധിഷ്ഠിര രാജൻ ഭീഷ്മദേവനാൽ ഉപദേശിക്കപ്പെടുന്നതായിരിക്കും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. യുധിഷ്ഠിര മഹാരാജാവ് അങ്ങനെ ഒരുപാട് വിഷമത്തിലിരിക്കുന്നു അല്ലേ. നമ്മൾ കാണുന്നു ഇത് ഇത്രയധികം ആൾക്കാരെ വധിച്ചു, അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരുപാട് വിഷമം. ഇവിടെ പറയുന്നത് എന്താണ്, യുധിഷ്ഠിര മഹാരാജാവിന് എന്താണ് ഇതിനെക്കുറിച്ച് അറിയാഞ്ഞിട്ടാണോ ശരിക്കും പറയുകയാണെങ്കിൽ? അദ്ദേഹം തെറ്റൊന്നും ചെയ്തിട്ടില്ല, അദ്ദേഹം ധർമ്മം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അത് അദ്ദേഹം ക്ഷത്രിയ ധർമ്മം ചെയ്ത വ്യക്തിയാണ്. ക്ഷത്രിയരുടെ ധർമ്മമാണ് ധർമ്മം പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. അധർമ്മികളായിട്ടുള്ള ദുര്യോധനാദികളെ അവസാനിപ്പിച്ചത് ഒരു തെറ്റല്ല, ഒരു ക്ഷത്രിയൻ ചെയ്യേണ്ട ധർമ്മമാണ്. അതുകൊണ്ട് ആ യുദ്ധം അനിവാര്യമായിരുന്നു, ഭഗവാന്റെ ആഗ്രഹവുമായിരുന്നു, അനിവാര്യമാണ് യുദ്ധം. ഇതൊക്കെ ഒരു ക്ഷത്രിയനെ സംബന്ധിച്ച് മനസ്സിലാക്കുന്ന കാര്യമാണ്. പ്രത്യേകിച്ചും യുധിഷ്ഠിര മഹാരാജാവിന് അറിയാത്ത കാര്യമല്ല. എന്നാലും ഇവിടെ ഇതാണ് പറയുന്നത്, സാധാരണ ഒരു മനുഷ്യനെ പോലെ യുധിഷ്ഠിര മഹാരാജാവ് പെരുമാറുന്നു, വിഷമിക്കുന്നു. അപ്പോൾ ഇവിടെ ശീലപ്രഭുജി ഭാവാർത്ഥത്തിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് ഭഗവാന്റെ പ്ലാൻ അനുസരിച്ചിട്ടാണ്. ഇങ്ങനെ യുധിഷ്ഠിര മഹാരാജാവ് അതായത് ഇങ്ങനെ ചിന്തിക്കുന്നത്. ഓ, ഞാനെന്തൊരു വലിയ തെറ്റ് ചെയ്തു, അദ്ദേഹം ക്ഷത്രിയ ധർമ്മം ചെയ്തു എന്നുള്ളത് പോലും അദ്ദേഹത്തിന് ഓർമ്മ വരുന്നില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്ഷത്രിയ ധർമ്മമാണ് ചെയ്തത് എന്നുള്ളത് പോലും അദ്ദേഹത്തിന് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. അതും വ്യാസദേവനും മറ്റുള്ള ഋഷിമാരും ഭഗവാൻ കൃഷ്ണനും നേരിട്ട് പറഞ്ഞിട്ട് മനസ്സിലാക്കാൻ പറ്റാത്തൊരവസ്ഥ. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ഭഗവാന്റേതായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു. വേറെ ഒന്നുമല്ല, ആ പ്ലാൻ ഭീഷ്മ പിതാമഹനെ കൊണ്ട് യുധിഷ്ഠിര മഹാരാജാവിനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം എന്നുള്ള പ്ലാനായിരുന്നു ഭഗവാൻ ഉണ്ടായിരുന്നത്. അപ്പം അത് നടക്കാൻ വേണ്ടിയിട്ട് ഭഗവാൻ ആ സമയത്ത് യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ആ ഒരു മാനസികാവസ്ഥ ഇങ്ങനെ ആവുന്നു. അതിനനുസരിച്ച് ഭഗവാന്റെ ആഗ്രഹം അനുസരിച്ചിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് ലീലയുടെ ഭാഗമായിട്ട് നടക്കുന്നത്. അർജുനൻ ഇവിടെ പറയുന്നു, അർജുനന് ഭഗവാൻ നേരിട്ട് ഭഗവത്ഗീതയിൽ ഉപദേശം കൊടുക്കുന്നു. അർജുനൻ
പൂർണ്ണമായിട്ടും കൺവിൻസായി അല്ലേ ഭഗവാന്റെ ആ വാക്കുകൾ കേട്ടപ്പോൾ. അതേപോലെ യുധിഷ്ഠിര മഹാരാജാവ് ഭീഷ്മ പിതാമഹൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന് ഇതെല്ലാം ഉൾക്കൊള്ളാൻ സാധിക്കും. അത് നമ്മൾ ഇനി മുന്നോട്ട് കാണുകയും ചെയ്യും പറയുന്നുണ്ട്. ഓക്കെ, സമയമുണ്ട്, നമുക്കൊരു നോക്കാം ഒരു ശ്ലോകം കൂടെ. അഹോ മേ പശ്യതാ ജ്ഞാനം ഹൃദി രൂഢം ദുരാത്മനഃ പരാക്ഷ്യായൈവ ദേഹസ്യ ഭാവ്യോ മേ ശൗഹിനീർഹതഃ. യെസ്. ഹരേ കൃഷ്ണ. അഹോ മേ പശ്യതാ ജ്ഞാനം ഹൃദി രൂഢം ദുരാത്മനഃ പാരച്യസൈവ ദേഹസ്യ ബാഹ്യോ മേ ക്ഷൗഹിണീർഹതഃ. വിവർത്തനം ഭാവാർത്ഥം ഭക്തിവേദാന്ത സ്വാമി ശ്രീല പ്രഭുപാദ കീ ജയ്. യുധിഷ്ഠിര മഹാരാജൻ പറഞ്ഞു, അഹോ എന്റെ വിധി, ഏറ്റവും പാപിയായ മനുഷ്യനാണ് ഞാൻ. അങ്ങ് എന്റെ ഹൃദയത്തിലേക്ക് വീക്ഷിച്ചാലും അത് മുഴുവൻ അജ്ഞതയാൽ പൂരിതമായിരിക്കുന്നു. ആത്യന്തികമായി മറ്റുള്ളവർക്കായി നിർമ്മിച്ച ഈ ശരീരം അനേകമനേകം സേനാവ്യൂഹങ്ങളെ വധിച്ചിരിക്കുന്നു. ഭാവാർത്ഥം: 21,870 രഥങ്ങൾ, 21,870 കരിവീരന്മാർ, 1,960,650 കാലാൾപ്പട, 60,600 അശ്വസേന എന്നിവ ഉൾപ്പെടുന്ന ബൃഹത്തായ സേനാവ്യൂഹത്തെയാണ് അക്ഷൗഹിണി എന്ന് വിശേഷിപ്പിക്കുന്നത്. കുരുക്ഷേത്ര യുദ്ധക്കളത്തിൽ നിരവധി അക്ഷൗഹിണികൾ കൊല്ലപ്പെട്ടു. ഭൂമിയിലെ അത്യന്തം ഉത്കൃഷ്ട ധർമ്മിഷ്ഠ രാജാവായതിനാൽ യുധിഷ്ഠിരൻ അസംഖ്യം ജീവാത്മാക്കളുടെ അപ്രകാരമുള്ള വധത്തിന്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നു. എന്തെന്നാൽ അദ്ദേഹത്തെ സിംഹാസനത്തിൽ പുനഃപ്രതിഷ്ഠാപനം നടത്താനായിട്ടായിരുന്നു കുരുക്ഷേത്ര യുദ്ധം നടത്തപ്പെട്ടത്. ശരീരത്തിൽ ജീവനുള്ളിടത്തോളം കാലം അത് മറ്റുള്ളവരുടെ സേവനത്തിന് ഉദ്ദേശിച്ചിട്ടുള്ളതാകുന്നു. എപ്പോൾ അത് വധിക്കപ്പെടുന്നുവോ അത് ശ്വാനന്മാരായാലും ചെന്നായ്ക്കളായാലും കൃമികളാലും ഭക്ഷിക്കപ്പെടാൻ ഉദ്ദേശിച്ചുള്ളതാകുന്നു. അത്തരമൊരു താൽക്കാലിക ശരീരം ഇത്തരത്തിലുള്ള വിപുലമായ കൂട്ടക്കുരുതിക്ക് കാരണമായി എന്നതിൽ അദ്ദേഹം അത്യധികം ഖേദിച്ചു. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. യുധിഷ്ഠിര മഹാരാജാവ് പാവം അദ്ദേഹം ചിന്തിക്കുവാണ്, എത്ര വലിയ ഞാൻ എത്രയും അധപതിച്ച വ്യക്തിയാണ്, എത്രയോ വലിയ തെറ്റ് ചെയ്ത വ്യക്തിയാണ്, പാപിയാണ്. ഇത്രയും ആളുകളെ, അതായത് നമ്മൾ കണ്ടു 64 കോടി ആളുകൾ മരിക്കുന്നു. അത്രയ്ക്ക് അധികം ആളുകൾ മരിക്കാനുള്ള കാരണം ഞാനാണ് എന്ന് അദ്ദേഹം സ്വയം പറയുവാണ് ഇവിടെ. എന്നെപ്പോലെ പാപിയായിട്ടുള്ള വേറെ വ്യക്തിയില്ല. എൻ്റെ ഹൃദയത്തിൽ അന്ധകാരം മാത്രമേ ഉള്ളൂ. യുധിഷ്ഠിര മഹാരാജാവ് പറയുന്നു, ഈ ശരീരം മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ടതിന് പകരം മറ്റുള്ളവരെ വധിക്കാൻ വേണ്ടി ഞാൻ ഉപയോഗിച്ചു. അഹോ ഞാൻ ഇത്രയും വലിയ തെറ്റ് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് എന്ന് പറഞ്ഞ് കരയുന്നു യുധിഷ്ഠിര മഹാരാജാവ്. ഭാവാർത്ഥ ശിലപ്രഭുപാദി പറയുന്നു, അക്ഷയോണി സേനയെക്കുറിച്ച്. അതായത് ഇവിടെ പറയുന്നു 21,870 രഥങ്ങൾ, പിന്നെ ആനകൾ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്, കുറേ ആളുകൾ. അതായത് ഇതിൽ കുതിരകളുണ്ടാവും, ആനകളുണ്ട്, ചാരിയറ്റ് അല്ലെങ്കിൽ രഥങ്ങളുണ്ട്, പിന്നെ പടയാളികൾ ഉണ്ട്. ഇതെല്ലാം ചേർന്ന് ഇവിടെ പറഞ്ഞിട്ടുള്ള ഭാവാർത്ഥത്തിൽ പറഞ്ഞിട്ടുള്ള ആ എണ്ണം നോക്കുവാണെങ്കിൽ 21,870 രഥങ്ങൾ, 21,870 ആനകൾ, പിന്നെ 65,600 ഈ എന്താ പറയുക കുതിരയോട് കൂടിയിട്ടുള്ള യോദ്ധാക്കൾ, പിന്നെ അതേപോലെ 1,09,650 കാലയാൾപ്പടകൾ. ഇവരെല്ലാവരും ചേർന്നതാണ് ഒരു അക്ഷയോണി സേന. ഇവിടെ മഹാഭാരത യുദ്ധത്തിൽ 18 അക്ഷയോണി സേനകളുണ്ടായിരുന്നു. അതിൽ 7 അക്ഷയോണി സേന മാത്രമേ പാണ്ഡവരുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ. കൗരവരുടെ കയ്യിലായിരുന്നു 11 സേന ഉണ്ടായിരുന്നു, 11 അക്ഷയോണി. കൂടുതൽ റിസോഴ്സസ് ആരിലായിരുന്നു?
കൗരവരുടെ കയ്യിലായിരുന്നു. നമുക്കറിയാം ഭഗവാൻ കൃഷ്ണൻ്റെ നാരായണീ സേനയും കൗരവരുടെ പക്ഷത്തായിരുന്നു ഉണ്ടായിരുന്നത് അല്ലേ? ഭഗവാൻ ഇത് എല്ലാവർക്കും അറിയുന്ന കഥയാണ് അല്ലേ? യുധിഷ്ഠിര മഹാരാജ അർജുനനും ദുര്യോധനും ഭഗവാൻ കൃഷ്ണനെ ക്ഷണിക്കാൻ വേണ്ടി പോകുമ്പോൾ രണ്ട് കൂട്ടരും ഭഗവാൻ കൃഷ്ണനെ ക്ഷണിക്കാൻ വേണ്ടി പോവുകയാണ് അവരുടെ പക്ഷത്തിലേക്ക് വേണ്ടി. അപ്പോൾ ദുര്യോധനൻ്റെ ഒരേ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ അദ്ദേഹത്തിന് ആഗ്രഹമില്ല, പക്ഷേ ദ്വാരകയിൽ ഭഗവാന് ഒരുപാട് സേനകളുണ്ട്, സൈന്യമുണ്ട്, അതേപോലെ തന്നെ ഒരുപാട് എല്ലാവിധ നല്ല നല്ല യോദ്ധാക്കളുണ്ട് എന്നറിയാം. ആർക്ക്? ദുര്യോധനൻ. അപ്പോൾ ദുര്യോധനൻ്റെ ഉദ്ദേശം അവരെ കൂടെ കൂട്ടണം നമ്മുടെ കൂട്ടത്തിൽ എന്നുള്ളൊരാഗ്രഹമായിരുന്നു, അല്ലാതെ ഭഗവാനോടുള്ള സ്നേഹം കൊണ്ടല്ല. എന്നാൽ അർജുനൻ അങ്ങനെയല്ല. അർജുനൻ ഭഗവാനെ നേരിട്ട് വിളിക്കാൻ പോവുകയാണ്. വേറെ ഒന്നുമല്ല അർജുനൻ ആഗ്രഹം ഉണ്ടായിരുന്നത്, കൃഷ്ണൻ മാത്രം മതി. അതനുസരിച്ചിട്ട് നമ്മൾ കേട്ടിട്ടുള്ള കഥയാണ്. ഭഗവാൻ കൃഷ്ണൻ അങ്ങനെ അവിടെ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ദ്വാരകയിൽ ഇവർ രണ്ടുപേരും വരുന്നു. അപ്പോൾ ഭഗവാൻ ഉറങ്ങുമായതുകൊണ്ട് കാത്തിരിക്കുന്നു രണ്ടുപേരും. ദുര്യോധനൻ പോയി സ്വാർത്ഥത കാരണം ഉടനെ തന്നെ കൃഷ്ണൻ്റെ ബെഡിന് അടുത്ത് പോയിട്ട് നിൽക്കുന്നു. ദുര്യോധനൻ. അർജുനനാണെങ്കിൽ എന്ത് ചെയ്യുന്നു? ഭഗവാൻ കൃഷ്ണൻ്റെ തൃപ്പാദങ്ങളുടെ ഭാഗത്ത് നിൽക്കുന്നു വളരെ വിനയത്തോടു കൂടി. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? കുറേ നേരം അവർ വെയിറ്റ് ചെയ്യുന്നു. കുറച്ച് കഴിഞ്ഞ് ഭഗവാൻ കണ്ണു തുറക്കുമ്പോൾ ആദ്യം കാണുന്നത് കാൽക്കൽ നിൽക്കുന്ന അർജുനനെയാണ്. ദുര്യോധനൻ തൊട്ടടുത്ത് നിൽക്കുന്നത് ദുര്യോധനാണ്, പക്ഷേ കാണുന്നത് അദ്ദേഹത്തിൻ്റെ കാൽക്കാരും. ഭഗവാൻ ഇങ്ങനെ ഉറങ്ങി കണ്ണു തുറക്കുമ്പോൾ നേരെ നിൽക്കുന്ന ആളെയാണ് കാണുന്നത്. ദുര്യോധനൻ വിചാരിച്ചു അടുത്ത് ഞാനാണ് നിൽക്കുന്നത്, അതുകൊണ്ട് എന്നെ ആദ്യം കാണുന്നു. അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ കണ്ണു തുറന്നപ്പോൾ ചോദിക്കുന്നു, എന്താണ്? രണ്ടുപേരെയും കാണുന്നു. അതിനുശേഷം അർജുനനോട് ആദ്യം ചോദിക്കുന്നു, നിന്നെയാണ് ഞാൻ ആദ്യം കണ്ടത്, അതുകൊണ്ട് എന്താണ് നിൻ്റെ ആഗ്രഹം, എന്താണ് നിനക്ക് പറയാനുള്ളത്, അത് കേൾക്കട്ടെ എന്ന് പറയുന്നു. ദുര്യോധനനാണെങ്കിൽ അർജുനന് ആദ്യത്തെ ചാൻസ് പോയപ്പോൾ വിഷമമായി. എന്തായിരുന്നു വിഷമം? ഇനി അർജുനൻ ചോദിച്ചാലോ, ഈ നാരായണീ സേനയെല്ലാം ചോദിച്ചാലോ എന്നുള്ള പേടിയായിരുന്നു. അർജുനനൊന്നും ചോദിച്ചില്ല. അർജുനൻ പറഞ്ഞു, യുദ്ധത്തിൻ്റെ സമയത്ത് അങ്ങ് എൻ്റെ കൂടെ വേണം, വേറെ ഒന്നും എനിക്ക് ആഗ്രഹമില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ദുര്യോധനന് സമാധാനമായി. സമാധാനം, നാരായണീ സേനയും മറ്റുള്ള സൈന്യവും ഒന്നും ചോദിച്ചില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ദുര്യോധനനോട് ചോദിച്ചപ്പോൾ ദുര്യോധനൻ പറഞ്ഞു, എനിക്ക് സൈന്യം മതി എന്ന് പറയുന്നു. അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം ആഗ്രഹിച്ചത് നടന്നു. പക്ഷെ എന്ത് സംഭവിച്ചു? എത്ര സൈന്യം ഉണ്ടായിട്ട് വല്ല കാര്യമുണ്ടോ? ഭഗവാനെതിരെയാണെങ്കിൽ ഒരു കാര്യവുമില്ല. കൂടുതൽ അക്ഷോണി സേനകൾ കൗരവരുടെ പക്ഷത്തായിരുന്നു. നല്ല നല്ല പ്രഗത്ഭരായിട്ടുള്ള യോദ്ധാക്കളുണ്ടായിരുന്നു കൗരവരുടെ പക്ഷത്ത്. പക്ഷേ വിജയം ആരുടെ ഭാഗത്തായിരുന്നു? പാണ്ഡവരുടെ ഭാഗത്ത്. കാരണം അവരുടെ ഭാഗത്ത് ഭഗവാൻ ഉണ്ടായിരുന്നു. ഭഗവാൻ കൃഷ്ണൻ്റെ ആ ഒരു പ്രസൻസ് ഉള്ളത് കൊണ്ട് ആർക്ക് തോൽപ്പിക്കാൻ സാധിക്കും? പാണ്ഡവരെ ഒരിക്കലും സാധിക്കില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇവിടെ ഒരു കാര്യം, പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ യുധിഷ്ഠിര മഹാരാജാവ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശരീരം മറ്റുള്ളവരുടെ സേവനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ളത്. ഇപ്പോൾ ഇദ്ദേഹം ചിന്തിക്കുന്നത് ലോജിക്കല്ല ഇവിടെ, പക്ഷെ എന്നിരുന്നാലും അദ്ദേഹം പറയുന്ന കാര്യം കറക്റ്റാണ്. അതായത് നമ്മുടെ ശരീരം മറ്റുള്ളവരുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളത്. ഇവിടെ അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ ജനറൽ പ്രിൻസിപ്പിൾ കറക്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് പരോപകാരം ചെയ്യണമെന്ന് പറയുന്നത്. പരോപകാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരെ സഹായിക്കുക, പല രീതിയിൽ സഹായം ചെയ്യാൻ സാധിക്കും. പക്ഷേ ഏറ്റവും വലിയ പരോപകാരം എന്താണ്? കൃഷ്ണാവബോധം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ളത്. ഭഗവാനെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, ഭഗവാന്റെ തിരുനാമം ജപിക്കുവാനുള്ള കാര്യം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക, നാമം പറഞ്ഞു കൊടുക്കുക, സത്സംഗങ്ങളിലേക്ക് ക്ഷണിക്കുക, ഭഗവത്ഗീത, ഭാഗവതം പോലുള്ള പുസ്തകങ്ങൾ വായിക്കുവാനും അല്ലെങ്കിൽ അതെല്ലാം കേൾക്കുവാനുള്ള അവസരം മറ്റുള്ളവർക്ക് കൊടുക്കുക. ഇതാണ് ഏറ്റവും വലിയ പരോപകാരം. അതേപോലെ പ്രസാദം കൊടുക്കുക, എങ്ങനെയെങ്കിലും ഭഗവാനുമായിട്ട് അവരെ കണക്ട് ചെയ്യാൻ നോക്കുക. ഇതാണ് ഏറ്റവും വലിയ പരോപകാരം. പക്ഷെ നമ്മുടെ ശരീരം രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, നമ്മുടെ ജന്മ സാർത്ഥക പരോപകാരം, നമ്മുടെ ജന്മം സഫലീകരിക്കണം. അതായത് എങ്ങനെയാണ്? നമുക്ക് മനുഷ്യജന്മം കിട്ടിയിട്ടുണ്ട്, അത് പാഴാക്കാൻ പാടില്ല.
ഭഗവത് സാക്ഷാത്കാരമാണ് ഈ മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം തന്നെ. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ സ്വയം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെല്ലാം നമ്മൾ ചെയ്യണം. അതെല്ലാം ചെയ്ത് നമ്മൾ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. കൂട്ടത്തിൽ മറ്റുള്ളവരെ കൂടെ സഹായിക്കാൻ നോക്കണം. ഈ ഒരു പാതയിലേക്ക് കൊണ്ടുവരാൻ നോക്കണം. ഭക്തി മാർഗത്തിലേക്ക് അവരെയും കൂടെ കൊണ്ടുവരാൻ നോക്കണം. ഈ 2 കാര്യങ്ങളും ചെയ്യണം. നമ്മുടെ ജന്മവും നമ്മൾ ലക്ഷ്യത്തിലേക്ക്, മനുഷ്യജന്മത്തിൻ്റെ ലക്ഷ്യം ഭഗവത് സാക്ഷാത്കാരത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ആത്മാർത്ഥപരമായിട്ട് എടുക്കണം. കൂട്ടത്തിൽ മറ്റുള്ളവരെ മറക്കരുത്. സ്വാർത്ഥത പാടില്ല. അതാണ്, സ്വാർത്ഥരാവരുത്. മറ്റുള്ളവരെ കൂടെ സഹായിക്കണം. അവരെ കൂടെ കൂടുതൽ ഇതിലേക്ക് അടുപ്പിക്കാൻ നോക്കുക. ഇതാണ് ശരിയായിട്ടുള്ള, നമുക്ക് ഈ മനുഷ്യജന്മം തന്നിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ ചെയ്യാനാണ്. ഈ 2 കാര്യങ്ങൾ ചെയ്യാൻ. പരോപകാരത്തിനും കൃഷ്ണാവബോധം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ് പരോപകാരം. അതേപോലെ നമ്മുടെ ജന്മം സാക്ഷാത്കരിക്കാനും ഭഗവത് സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട്. ഇതാണ് ഈ ഒരു ശ്ലോകത്തിൽ നിന്നും ഭാവാർത്ഥത്തിൽ നിന്നും പഠിക്കുന്ന കാര്യം. ഓക്കെ, അപ്പോൾ ഭഗവാന്റെ മഹാകാരുണ്യം ഉണ്ടെങ്കിൽ അടുത്ത ആഴ്ചയിൽ നമുക്ക് കാണാം. താങ്ക് യു. ബുധനാഴ്ച ആസ് യൂഷ്വൽ പ്രഭുവിൻ്റെ ക്ലാസ് ഉണ്ടാവും. ബാക്കിയുള്ള ശ്ലോകങ്ങൾ അവിടെ നിന്ന് 49 മുതൽ തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. വഞ്ചാകൽപ്പതരോഭ്യശ്ച കൃപാസിന്ധുഭ്യോ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. अनंतकोटि वैष्णववृंद की जय. जगद्गुरु श्रील प्रभुपाद की जय. जय जय श्री राधे श्याम निताय गौर हरि बोल. थैंक यू. हरे कृष्ण.